ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. നമുക്ക് ഇന്നൊരു കുഞ്ഞു സെയിൽവടിയാണ് കേട്ടോ. ഇതുപോലത്തെ കുറച്ച് സീനിയയുടെ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. പ്ലാന്റായിട്ട് തന്നെയാണ് കേട്ടോ, സീഡല്ല. ഇതെല്ലാം ഞാൻ അന്ന് ജെർമിനേഷന് വേണ്ടി നമ്മൾ സീഡ് സെയിൽ ചെയ്തപ്പോൾ പാകിയ തൈകളും അതുപോലെ തന്നെ തനിയെ കിളുത്ത കുറച്ച് സീനിയകളൊക്കെയാണ് കേട്ടോ. എല്ലാ ബ്രാഞ്ചസൊക്കെ ആയിട്ട് വന്ന് മൊട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കുഞ്ഞായിരുന്നപ്പോൾ തന്നെ പ്ലാന്റ് ഇതുപോലെ തലപ്പുകൾ നുള്ളി വിട്ടു. അപ്പോൾ ചിലതൊക്കെ തീരെ ചെറുപ്പത്തിൽ നുള്ളി വിട്ടതൊക്കെ താഴേന്ന് തന്നെ 3-4 ബ്രാഞ്ചായിട്ട് വന്നു. ഇത്തിരി ഒരു ഹൈറ്റായിട്ട് വിട്ടവരൊക്കെ അത് കഴിഞ്ഞ് ബ്രാഞ്ചുകളായിട്ട് വന്നിട്ട്, അപ്പോൾ നിറയെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ട് ഒറ്റ തവണ തലപ്പ് നുള്ളിയപ്പോൾ തന്നെ ഒരു 6 ബ്രാഞ്ചസാണ് വന്നിരിക്കുന്നത്. എത്ര സ്റ്റെപ്പ് ഇലകളുണ്ടോ, അതിൽ എത്ര സെക്ഷനിൽ ഇലകളുണ്ടോ അത്ര ഇലകളുടെ സൈഡിൽ കൂടെ ഓരോന്നിൻ്റെ ഏറ്റവും മുകളിൽ വരുമ്പോൾ മാത്രം 2 ബ്രാഞ്ചസും വന്നു കേട്ടോ. ചിലതൊക്കെ ഇതുപോലെ മൊട്ടുകളായി വന്നായിരുന്നു. മൊട്ടുകളായി വന്നവരെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാവരും തന്നെ നുള്ളി വിട്ടത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നിൽക്കുന്നതൊക്കെ വിങ്കയുണ്ട്, നമ്മുടെ ബ്ലാക്ക് ഐഡ് സൂസിൻ്റെ കുഞ്ഞ് തൈകൾ കിളുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുണ്ട്. അതുകൊണ്ട് കാട് പോലും പറിക്കാൻ പറ്റില്ലാത്ത പോലെയാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എല്ലാം നമ്മുടെ സീനിയാണ് കേട്ടോ. കുറേ സീനി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് പ്ലാന്റുകളും കൂടെ ഉണ്ട് കയ്യിൽ. അപ്പോൾ അത് നമ്മളിന്ന് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ എല്ലാം സീനിയയാണ്, നമ്മൾ ഫുള്ള് സീനിയ അങ്ങ് ആക്കി കേട്ടോ. പൂവായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെക്ഷനും സീനിയ തന്നെയാണ്. എല്ലാം ഇതുപോലെ നമ്മൾ തലപ്പുകൾ നുള്ളി വിട്ടേക്കുന്നവരാണ്. പിന്നെ ഇതിൻ്റെ അകത്തോടെ ഞാൻ നമ്മുടെ ഹാങ്ങിങ് വിങ്കയുടെ തൈകൾ പാകിയിട്ടുണ്ട്, കാണിച്ചു തരാവേ. നമ്മൾ ഹാങ്ങിങ് വിങ്കയുടെ സീഡ് സെയിൽ ചെയ്തപ്പോൾ ഇങ്ങനെ കുഞ്ഞു സീഡ് വരും കേട്ടോ ഹാങ്ങിങ് വിങ്കയ്ക്കൊക്കെ. അപ്പോൾ അത് നമ്മൾ സെയിൽ ചെയ്തില്ല കേട്ടോ. അതിന് പൊതുവേ ജെർമിനേഷൻ കുറവ് എന്നൊക്കെയാണ് പൊതുവേ ഉള്ള ഒരു അറിയപ്പെടുന്നതല്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് പാകി. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കളം പോലെയാണ് തിരിച്ച് വെച്ചേക്കുന്നത്, ഞാൻ കട്ടയൊക്കെ വെച്ച് തിരിച്ച് വെച്ച സ്ഥലം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി പാകി. എന്താ പറയണ്ട, ഒരൊറ്റ സീഡ് പോലും പോയില്ല എന്ന് പറയാം. എല്ലാം കിളിർത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ കൊണ്ടുപോയിട്ടതാണ്, കിളുത്താൽ കിളുക്കട്ടെ എന്നുള്ളൊരു വിധത്തിൽ കൊണ്ടുപോയിട്ടതാണ്. ഒന്നുപോലും പോയില്ല എന്നറിയാം. അതുപോലെ ഫുൾ സീഡുകൾ ഇപ്പോൾ കിളിർത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് അയ്യോ ഇത് പിടിച്ച് കിട്ടണം, ഇത് എങ്ങനെയും എനിക്കൊന്ന് കിളിർത്ത് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏത് സീഡ് പാകിയാലും കണക്കാട്ടോ. അതെന്ത് ചെയ്താൽ മുളയ്ക്കില്ല. ഇതുപോലെ ചുമ്മാ കൊണ്ടുപോയിട്ടേക്കാമോ, നന്നായിട്ട് ഇതുപോലെ നല്ല ജെർമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ വരെ അത്ഭുതപ്പെട്ടു പോയിട്ടോ, ഇത്രയും സീഡ് കിളിർത്ത് കിട്ടി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതും സെയിൽ ചെയ്യാം എന്നോർത്തൊക്കെ തന്നെ വെച്ചതായിരുന്നു, മിക്സറാക്കി വിടാം. അപ്പോൾ ഞാൻ അതിനിപ്പോൾ എങ്ങാനും ഇത് കിട്ടുന്നവർക്ക് കിളിർക്കാതെ വന്നാലോ എന്ന ഒരു പേടിയായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായിട്ടോ കിട്ടിയവരുടെ സീഡ് എന്തായാലും കിളിർത്തിട്ടുണ്ട്. കാരണം ഈ പൊടിയായിട്ടുള്ള സീഡ് ഇത്രയും കിളിർത്ത് വന്നപ്പോൾ എന്തായാലും ബാക്കിയുടെ കാര്യം ഇതാണല്ലോ. അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്നത്. ചിലതൊക്കെ ഞാൻ തലപ്പുകൾ നുള്ളി വിട്ട പ്ലാന്റുകളാണ്. ഇതുപോലെ കുഞ്ഞ് കവറിൽ ഞാൻ പറിച്ച് മാറ്റി നട്ടേക്കുന്ന പ്ലാന്റുകളാണ്. ഒരു കവറിൽ 2 പ്ലാന്റ് ഉണ്ട്. 2 പ്ലാന്റിനും കൂടി 30 രൂപയാണ് റേറ്റ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. നമ്മളിതുപോലെ ഇത് മാറ്റി നട്ടിട്ട് ഇതിലിരുന്നും റൂട്ടുകളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്. ഇനി നമുക്ക് ഈ കൂടെ കുറച്ച് അസോളയുണ്ട് കേട്ടോ, പായല്. ഇതിങ്ങനെ ഒരുപാടായിട്ട് ഇതൊന്നും അല്ല കേട്ടോ എൻ്റെ ഇപ്പം ഈ കുളത്തിൻ്റെ അവസ്ഥ. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ആമ്പൽ കാണത്ത് പോലും ഇല്ലാത്തവരെയാണ്. ഫുള്ളായിട്ട് അസോള നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അസോള നമുക്ക് സെയിലിനായിട്ടുണ്ട്. നമ്മുടെ സാധാ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ്സോളം അസോള ഉണ്ടായിരിക്കും കേട്ടോ. 30 രൂപയായിരിക്കും റേറ്റ്. നമ്മൾ കവറിലിട്ട് കെട്ടി അങ്ങനെയായിരിക്കും വിടുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ടാങ്കിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവസ്ഥ. ഒരു പച്ച വിരിച്ച പോലെയാണ് എൻ്റെ റിങ് കിടക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു പ്രത്യേക അഴകാണ് കാണാൻ വേണ്ടി. ഒരു നല്ലൊരു പച്ച കളറും കൂടെ ആയതുകൊണ്ട് ഇത് രാത്രിയിലെടുത്ത വീഡിയോ ആണ്. പിന്നെ നമുക്ക് കുറച്ച് വാട്ടർ പോപ്പിയുടെ പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. 2 പ്ലാന്റിന് 10 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ബാക്കി പ്ലാന്റുകളൊക്കെ ബ്ലാക്ക് ഐഡ് സൂസിനൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. റെഡി ആവുന്നതനുസരിച്ച് തരാവുന്നതാണ്. ഇപ്പോൾ ഇല്ല കേട്ടോ.
നമ്മുടെ സീനിയയുടെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം കേട്ടോ. അത് ഇതുപോലെ കുഞ്ഞി കവറിൽ ഞാൻ മാറ്റി നട്ട് ആക്കിയ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതേപടി തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത്. ഒരു കവറിനാണ് 30 രൂപ. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് വാട്ടർ പോപ്പിയുടെ പ്ലാന്റ് ഉണ്ട്. പിന്നെ അസോള കേട്ടോ. അസോള അര ഗ്ലാസ്സോളം അസോള ഉണ്ടായിരിക്കും. 30 രൂപയാണ് റേറ്റ്. ഇതെല്ലാം നമുക്ക് റെഡിയായി വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്പറും ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്.